പ്ലാന്റ്സ് ആൻഡ് പോട്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു സെയിൽസ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരുപാട് പ്ലാന്റുകൾ കാണിക്കുന്ന സെയിൽ പോസ്റ്റാണ്. അപ്പോൾ അതിന് മുന്നേ ഞാൻ ജസ്റ്റ് ഒന്ന് ഗാർഡൻ കാണിക്കാമെന്ന് കരുതി. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ടെറസിൻ്റെ മുകൾ ഭാഗമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യം മുതൽ കാണുന്നവർക്ക് മനസ്സിലാകും ഓരോ സ്റ്റെപ്പിലുള്ള മാറ്റങ്ങൾ കേട്ടോ. അപ്പോൾ നമ്മൾ മോൾ ഭാഗത്തേക്ക് നമ്മൾ UV ഷീറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അതിൻ്റെ അടിയിൽ ഗ്രീൻ നെറ്റൊക്കെ വെച്ചു. മിസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നല്ല വേനൽക്കാലം ആയതുകൊണ്ടിട്ട് മിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രാവിലെയും വൈകുന്നേരം കുറച്ച് നേരം നമ്മളത് ഓണാക്കിയിടുകയാണെങ്കിൽ നല്ല സ്പ്രേ ചെയ്ത് ചെടികൾക്കൊക്കെ വെള്ളം വീഴും കേട്ടോ. അപ്പോൾ ഞാൻ താഴത്തും കൂടി ഒന്ന് കഴുകാനുണ്ട്. ഫ്ലോർ കഴുകി കൂടി കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് പരിപാടി കഴിയും കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ പാക്കിങ്ങിൻ്റെ ഇടയിൽ കൂടി ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ടാണ് നമുക്ക് ഓവറോൾ ഒരു വ്യൂ കാണിക്കാൻ പറ്റാതിരുന്നത്. അപ്പോൾ പ്ലാന്റ്സ് എല്ലാം അടുക്കി എല്ലാം സേഫായിട്ട് വെച്ചത്. ഈ ഭാഗത്തേക്ക് കണ്ടോ, ആ മൂലയ്ക്ക് അവിടെയൊക്കെയാണ് പോട്ട് നമ്മൾ കൂട്ടിയിട്ടുണ്ട്. ഇവിടെയൊക്കെ നിറച്ച് മണ്ണൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഇനി കഴുകി ക്ലീൻ ചെയ്യണം. ഇപ്പുറത്ത് കുറേ സ്റ്റാൻഡ് ഉണ്ട്. ആ സ്റ്റാൻഡിലൊക്കെ നമ്മൾ പച്ചക്കറി നടാനായിട്ട് വലിയ പോട്ടുകളിൽ മണ്ണും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ഈ ഭാഗത്താണ് നമ്മൾ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ. ഈ ഒരു മേശയാണ്, ഇതൊരു പഴയ മേശയാണ്. ഇതുമേ നിന്നിട്ട് നമ്മൾ പാക്കിംഗ് ഒക്കെ ചെയ്യണം. അപ്പോൾ രാവിലെ അത്യാവശ്യം നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ നല്ല ചൂടാണ് കേട്ടോ. അപ്പോൾ ഫുൾ ഗ്രീൻ നെറ്റ് വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട്. മിസ്റ്റിൻ്റെ കാര്യം ഇപ്പം ഞാൻ പകലെടുക്കുമ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാവില്ല എങ്ങനെയാണ് സ്പ്രേ ചെയ്യുന്നതെന്നുള്ളത്. രാത്രിയായിട്ടുള്ള ഞാൻ കാണിച്ചു തരാം കേട്ടോ അത്. അപ്പോൾ കണ്ടു, ഇങ്ങനെ കംപ്ലീറ്റ് ഇങ്ങനെ ഹോസ് കൊടുത്തിട്ട് അതിലൂടെ ഇങ്ങനെ ചെറിയ ഒരു ഇതിങ്ങനെ കണക്ട് ചെയ്ത് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അതിലൂടെ കംപ്ലീറ്റ് ഇങ്ങനെ നമ്മൾ മോട്ടർ ഇങ്ങനെ ഓൺ ചെയ്യും. മോട്ടറിൽ നിന്ന് ഡയറക്റ്റ് കണക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. അത് ഓൺ ചെയ്യുമ്പോൾ കംപ്ലീറ്റ് എല്ലാ ഭാഗത്തേക്കും നല്ല രീതിയിൽ സ്പ്രേ ചെയ്തിട്ട് ചെടികൾ നനയും കേട്ടോ. അപ്പോൾ നമുക്ക് രാവിലെ വൈകുന്നേരം ഒരു 10 മിനിറ്റ് വെച്ചിട്ട് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ മാക്സിമം എല്ലാ ചെടികളും നല്ലതുപോലെ നനഞ്ഞ് നല്ല ക്ലീനായിട്ട് നമുക്ക് കിട്ടും. അത് മാത്രമല്ല ആ ഒരു ചൂടൊന്നും നമുക്ക് ടെറസിൻ്റെ മുകളിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ആ ഒരു ചൂടിൻ്റെ ആഘാതം ഭയങ്കര ശക്തമായ ചൂടായപ്പോഴാണ് നമ്മൾ അങ്ങനെ ചെയ്തിട്ട്. അത് എന്തൊക്കെ ചെയ്തതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോണേണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെടി സേവ് ചെയ്യണം. എന്നിട്ടും കുറേ ചെടികളൊക്കെ നമുക്ക് ഡാമേജ് വരുന്നുണ്ട് ചൂട് കാരണം. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാം. പല ചെടികൾ, കലാത്തിയ പ്ലാന്റ്സ്, അഗ്ലോണിമ പ്ലാന്റ്സ്, അല്ലാതെയുള്ള ചെടികളെല്ലാം നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. പ്ലാന്റ്സിൻ്റെ സൈസും റേറ്റും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. അതൊക്കെ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ പ്ലാന്റ്സ് വേണം എന്നാണെങ്കിൽ വാട്സപ്പ് നമ്പർ ഇതാ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ടാവും. അതിൽ കോൺടാക്ട് ചെയ്യട്ടോ. മാക്സിമം മെസ്സേജസ് തന്നെ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ചൊവ്വാഴ്ച മുതലായിരിക്കും പ്ലാന്റുകൾ അയച്ചു തുടങ്ങുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിങ്കളാഴ്ച ഇവിടെ ഒരു ഫംഗ്ഷനുണ്ട്. ഹസ്ബൻഡിൻ്റെ അപ്പച്ചൻ്റെ മരിച്ചതിൻ്റെ ആദ്യത്തെ ആണ്ടാണ്. അപ്പോൾ അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് തിങ്കളാഴ്ച അയക്കാൻ പറ്റത്തില്ല. ചൊവ്വ മുതലായിരിക്കും പ്ലാന്റ് അയക്കുക. ചൊവ്വാഴ്ച മുതൽ വ്യാഴാഴ്ച വരെയാണ് അയക്കുന്നത്. പിന്നെ വരുന്ന ഓർഡേഴ്സൊക്കെ അതനുസരിച്ച് നമ്മൾ നീട്ടിയായിരിക്കും പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഏകദേശം ഒരു 6 വെറൈറ്റി നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള കലാത്തിയ പ്ലാന്റ്സുകൾ നമുക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട് കുറച്ചധികമായിട്ട്, കാരണം നല്ല ചൂടായതുകൊണ്ട് തന്നെ കലാത്തിയ പ്ലാന്റ്സിൻ്റെ ഒരുപാട് വീഡിയോ നമ്മൾ ചെയ്യാറില്ലായിരുന്നു. ചെറിയ വല്ല കോംബോ അങ്ങനെയൊക്കെ ഷോർട്സിൽ കാണിച്ചാലേ ഉള്ളൂ. അല്ലാണ്ട് നമ്മൾ ഡയറക്റ്റ് വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞ് വരുന്നുണ്ട്. മഴയൊക്കെ ഇടയ്ക്ക് കിട്ടി തുടങ്ങി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ജൂണൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല മഴയെ തുടങ്ങുമ്പോഴത്തേക്കും കലാത്തിയൊക്കെ നല്ല ഹെൽത്തി ആവും. അപ്പോൾ ഇതൊക്കെ നമ്മൾ നട്ട് പിടിപ്പിച്ച് നല്ല ഹെൽത്തി ആയി വന്നിരിക്കുന്ന പ്ലാന്റുകളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്നൊരു 6 വെറൈറ്റി കാണിക്കുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുക. ഞാൻ പ്രൈസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വെറൈറ്റി തന്നെ കലാത്തിയ ക്രിംസൺ ആണ് കേട്ടോ. ഇത് ഒത്തിരി പേർക്ക് ഇഷ്ടമുള്ള വെറൈറ്റിയാണ്. കുറേ നാളായി നമുക്ക് ഇത്രയും ഭംഗിയായിട്ടുള്ള ഒരു പ്ലാന്റൊക്കെ കൊടുക്കാൻ പറ്റിയിട്ട്. കാരണം ചൂടിൻ്റെ ആഘാതം എല്ലാ ചെടികളെയും നല്ലതുപോലെ ബാധിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇത്രയും പ്രൊട്ടക്ഷനൊക്കെ കൊടുത്തിട്ടും നല്ല ചൂടല്ലേ, താഴെ വയ്ക്കുന്നതിനേക്കാളും ഇരട്ടി ചൂടായിരിക്കും ടെറസിൻ്റെ മുകളിലിരിക്കും. എന്നിട്ടും കുറേയൊക്കെ നമ്മൾ സേവ് ചെയ്തൊക്കെ എടുത്ത് പ്ലാന്റ്സുകളൊക്കെ ഇപ്പോൾ ഒരുവിധം റെഡി ആയിട്ട് എല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റുകൾ നമ്മളെല്ലാം തന്നെ, ചിലതൊക്കെ ഇതിലും വലിപ്പമുള്ളതുണ്ടാവും, ചിലത് ലീഫിൻ്റെ എണ്ണം കുറവായിരിക്കും കേട്ടോ. ഞാൻ പ്രത്യേകം പറയുവാണ്, കാരണം നടുന്ന പ്ലാന്റുകളെല്ലാം ഒരേ വലിപ്പത്തിലുള്ള പ്ലാന്റുകളായിരിക്കും. ഇതിപ്പോൾ അത്യാവശ്യം ഹെൽത്തിയായി പുതിയ കൂമ്പൊക്കെ വന്നു തുടങ്ങിയ പ്ലാന്റാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 130 ആണ് കേട്ടോ. 130 രൂപയ്ക്കാണ് ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റുകൾ നമ്മൾ കൊടുക്കുന്നത്. കലാത്തിയ ക്രിംസൺ ആണ്. ഇനി അടുത്തത് അത്യാവശ്യം നല്ല ബുഷിയായിട്ടുള്ള നമ്മുടെ കലാത്തിയ പീക്കോക്കിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. അടിപൊളി പ്ലാന്റ് ആണ്. ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റൊക്കെ നമ്മൾ 100 രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കണം. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കുറച്ചധികം നമുക്കിപ്പോൾ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 100 രൂപയാണേ. ഇനി അടുത്തത് കലാത്തിയ പിൻ സ്ട്രിപ്പാണ് കേട്ടോ. പിൻ സ്ട്രിപ്പിൻ്റെ കുറച്ച് തൈകൾ നമുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതാണ്ടോ ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ ലീഫുകൾ വരാട്ടെ. നല്ല ഡാർക്ക് ഗ്രീനിൽ ഇങ്ങനെ പിങ്കും വൈറ്റും ആയിട്ടുള്ള സ്ട്രൈപ്സ് വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 90 രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത്. അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇത്.
ഇനി അടുത്ത പ്ലാന്റ് കലാത്തിയ ധോത്തിയാണ് കേട്ടോ. ധോത്തിയുടെ അത്യാവശ്യം എന്താ ഈ ഒരു സൈസൊക്കെ വരുന്ന ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 100 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഇനി ഇതാ അടുത്തത് കലാത്തിയ ഗ്രീൻ ലിപ്സ്റ്റിക് ആണ് കേട്ടോ. ഇതിപ്പോൾ കുറച്ച് നാളായിട്ട് നമുക്ക് കിട്ടാനില്ലാതിരുന്ന ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ഇത് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള എത്രത്തോളം തന്നെയുള്ള പ്ലാന്റ്സ് ആയിരിക്കും കേട്ടോ. ഒരു 4 to 5 ലീവ്സ് 6 ലീവ്സ് ഒക്കെ ഉള്ള പ്ലാന്റ് ആയിരിക്കും. ഹെൽത്തിയും വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ. ഇതിൻ്റെ റേറ്റും വരുന്നത് 100 രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത്. ഇനി ഇതായത് കലാത്തിയ ബ്യൂട്ടി സ്റ്റാർ ആണ് കേട്ടോ. ബ്യൂട്ടി സ്റ്റാറിന് ഇതാ ഈ ഒരു സൈസൊക്കെ ഉള്ള പ്ലാന്റ് ആയിരിക്കും നമ്മൾ തന്നെ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 90 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇത്. കണ്ടോ നല്ല അടിപൊളി പ്ലാന്റാണ്. ഇതിൻ്റെയൊക്കെ ഒത്തിരി തൈകൾ നമുക്ക് റെഡി ആയിട്ടിരിപ്പുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 90 രൂപയാണ്. അപ്പോൾ ഈ കാണുന്ന 6 വെറൈറ്റീസാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ സെപ്പറേറ്റ് റേറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കോംബോ ആയിട്ട് ഈ ഒരു 6 പ്ലാന്റ് കൂടി കോംബോ ആയിട്ട് വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ ചോദിച്ചാൽ നമ്മൾ കോംബോ റേറ്റ് സെപ്പറേറ്റിൽ പറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ വേണ്ടവർ അങ്ങനെ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യുക. 6 പ്ലാന്റ്സും കൂടി കോംബോ ആക്കി തരുമെന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെയാണെങ്കിൽ ചെയ്തു തരാം. അപ്പോൾ വേണ്ടവർ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ. ഇനി കാണിക്കാൻ പോകുന്നതെല്ലാം തന്നെ നമ്മുടെ അഗ്ലോണിമയുടെ സെക്ഷനാണ് കേട്ടോ. അപ്പോൾ ഇത് അഗ്ലോണിമയിൽ ഫസ്റ്റ് കാണിക്കുന്നത് അഗ്ലോണിമ ഫ്രോസൺ ആണ് കേട്ടോ. ഫ്രോസൻ്റെതാണ്ടോ അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് നമ്മൾ 240 റുപ്പീസിന് 240 രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത്. അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെ ആയിരിക്കും കേട്ടോ തരുന്നത്. ഇനി ഇതാ അടുത്തത് അഗ്ലോണിമ റെഡ് എമറാൾഡ് ആണ് കേട്ടോ. റെഡ് എമറാൾഡ് ഒത്തിരി ഡിമാൻഡുള്ള പ്ലാന്റാണ്. ഏകദേശം ഇപ്പോൾ തന്നെ മാർക്കറ്റിൽ 350 ഒക്കെ മാർക്കറ്റ് വാല്യൂ ഉള്ള പ്ലാന്റാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് കേട്ടോ. നല്ല രസമാണ്. ഈ നടുവിലത്തെ റെഡ് ലൈൻ ഇങ്ങനെ കയറി വരുന്നതോറും അതിൻ്റെ ഭംഗി കൂടുന്നൊരു വെറൈറ്റിയാണ്. അപ്പോൾ അതാ ഈ ഒരു വലുപ്പത്തിലുള്ള കവറിൽ പിടിപ്പിച്ചിരിക്കുന്ന ഈ ഒരു വലുപ്പത്തിലുള്ള ഉള്ള തൈ നമ്മൾ കൊടുക്കുന്നത് 250 250 രൂപയ്ക്കാണ് കേട്ടോ. അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ റെഡ് എമറാൾഡ്. ഇനി ഇതാ അടുത്ത് വരുന്നത് എലൈൻ പിങ്ക് ആണ് കേട്ടോ. എലൈൻ പിങ്കിൻ്റെ അത്യാവശ്യം എന്താ ഈ ഒരു സൈസൊക്കെ വരുന്ന നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള കണ്ടോ. ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 190 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കണത് കേട്ടോ. കണ്ടോ അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ. ഇനി അടുത്തത് പിങ്ക് വാലൻറ്റൈൻ ആണ് കേട്ടോ. പിങ്ക് വാലൻറ്റൈൻ്റെ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള കളർ വന്നതാ ഈ ഒരു സൈസ് വന്ന പ്ലാന്റ് കേട്ടോ. ഇതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 190 തന്നെ കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ. അടിപൊളി പ്ലാന്റ് ആണ്. ഇനി ഇതാ അടുത്തത് ബ്ലാക്ക് മെറൂൺ ആണ് കേട്ടോ. ബ്ലാക്ക് മെറൂണിൻ്റെ ഇച്ചിരിയും കൂടിയും ഡെവലപ്പ് ആയിട്ടുള്ള നല്ല അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ. നല്ല കളറൊക്കെ വന്ന് കണ്ടോ. ഇങ്ങനെ ബ്ലാക്ക് മെറൂൺ എന്ന് പറഞ്ഞാൽ അഗ്ലോണിമയുടെ കാറ്റഗറിയിൽ അധികം ഹൈറ്റ് വയ്ക്കാത്ത മിനിയേച്ചർ കാറ്റഗറിയാണ്. അപ്പോൾ സൈസ് പ്രത്യേകം കണ്ടിരിക്കുക. നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. ഇതിൻ്റെ ചെറിയ ഒരു സീഡ്ലിങ്ങിൻ്റെ റേറ്റ് ഒരു 140 നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ അത്യാവശ്യം നല്ല മാർക്കറ്റ് വാല്യൂ ഉള്ള പ്ലാന്റാണ്. ഇതിൻ്റെ ഈ ഒരു സൈസ് പ്ലാന്റിൻ്റെ റേറ്റ് 280 ആണ് കേട്ടോ. 280 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. കണ്ടോ നല്ല കളറ് വന്ന പ്ലാന്റ് ആണ് കേട്ടോ. ഇനി ഇത് അടുത്തത് ജയ്പോങ് റെഡ് നാരോ കേട്ടോ. ഇതിൻ്റെ ഒത്തിരി പ്ലാന്റുകൾ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ റേറ്റിലും ഡിഫറൻസ് വന്നിട്ടുണ്ട് നമുക്ക്. കണ്ടോ ഈ ഒരു സൈസാണ് പ്ലാന്റ് വരുന്നത്. കണ്ടോ നാരോ ആയിട്ടാണ് ലീഫ് വരുന്നത്. നല്ല കളറൊക്കെ കയറി വന്ന പ്ലാന്റ് ആണ് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഇതൊരു 3 ഇഞ്ച് സൈസ് പോട്ടാണ് കേട്ടോ. അപ്പോൾ അതിലിതാ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റും 280 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി ഇതാ അടുത്തത് അഞ്ചുമാനി റെഡ് ആണ് കേട്ടോ. അഞ്ചുമാനി റെഡിൻ്റെ കുറച്ച് പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതാ ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 200 ആണ് കേട്ടോ. 200 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അടുത്തത് പേൾ ഓഫ് മെലോ ആണ് കേട്ടോ. ഇതിൻ്റെ ഒരു 3-4 പ്ലാന്റ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 280 തന്നെയാണ് കേട്ടോ. കണ്ടോ ഈ ഒരു സൈസാണ് പ്ലാന്റ് വരുന്നത് കേട്ടോ. നല്ല കളറൊക്കെ വരുന്ന യെല്ലോ കളറൊക്കെ വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ. നല്ല ഭംഗിയാണ്. നല്ല ഡിമാൻഡുള്ള പ്ലാന്റുമാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 280 ആണ് കേട്ടോ. ഇതാ അടുത്തത് തായ്ലൻഡ് റെഡ് കേട്ടോ. തായ്ലൻഡ് റെഡിൻ്റെ കുറച്ച് പ്ലാന്റ്സുകൾ ഇതായിരിക്കുന്ന ഒരു പ്ലാന്റ് ഒരു 20 പ്ലാന്റുകളും ഉണ്ടെന്ന് തോന്നണം കേട്ടോ. ഇത്രയും പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിൻ്റെ ഇന്നത്തെ സ്പെഷ്യൽ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത്. കുറച്ച് പ്ലാന്റേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റ് നമ്മൾ 380 റുപ്പീസിനാണ് കൊടുക്കുന്നത്. കാരണം ഈ പ്ലാന്റുകളൊക്കെ സത്യം പറഞ്ഞാൽ കുറേ ലീഫുകളൊക്കെ പൊഴിഞ്ഞു പോയി. അപ്പോൾ നമ്മളെല്ലാം രണ്ടാമത് റീപ്പോർട്ട് ചെയ്ത് നമ്മൾ ഡെവലപ്പ് ആക്കി എടുത്ത പ്ലാന്റുകളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പ്ലാന്റ് 450, 430, 400 കൊടുത്തിരിക്കുന്ന പ്ലാന്റാണ്. ഇപ്പോൾ ഇത്രയും പീസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് അതൊന്ന് ക്ലിയർ ആകാൻ വേണ്ടി മാത്രമുണ്ട് നമ്മൾ ആ റേറ്റ് കുറയ്ക്കുന്നത്. പക്ഷേ ഇതിൻ്റെ റേറ്റ് കൂടി വരും. ഇനിയിപ്പോൾ ഇതിൻ്റെ സൈസ് കൂട്ടിയാൽ നമ്മുടെ ചാനലിൽ തന്നെ സൈസ് കൂടി വന്നാൽ നമ്മുടെ ചാനലിൽ തന്നെ ഇത് റേറ്റ് കൂടുതലായിട്ടും വരും കേട്ടോ. അപ്പോൾ പ്രത്യേകം എടുത്ത് പറയണം. അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന തൈയുടെ റേറ്റ് 380 ആണ് കേട്ടോ. 380 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതാ കണ്ടോ ഇങ്ങനെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. ചിലതൊക്കെ അത്യാവശ്യം നല്ല ഹൈറ്റിലോട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ ഇങ്ങനെയാണ് പ്ലാന്റ്സ് ഇരിക്കുന്നത്. നല്ല റെഡിഷ് ആയിട്ടാണ് കേട്ടോ വന്നേക്കണത്. 380 ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. അതുമാത്രമല്ല നമ്മുടെ ചാനലിൽ കാണിക്കുന്ന പല പ്ലാന്റ്സിൻ്റെ റേറ്റും ചില സമയത്ത് കൂടുതലായിരിക്കും, ചില സമയത്ത് കുറവായിരിക്കും. അത് ഡിപ്പെൻസ് ഓൺ മാർക്കറ്റാണ്. കാരണം മാർക്കറ്റിൽ എങ്ങനെയാണ് നമുക്ക് ആ പ്ലാന്റ്സ് കൂടുതലായിട്ട് അവൈലബിൾ ആയിട്ട് വന്ന സമയത്ത് നമുക്ക് റേറ്റ് കുറയും. കുറവായിട്ടാണ് ആ സാധനം കിട്ടുന്നത് എങ്കിൽ നമുക്ക് റേറ്റ് കൂടുതലായിരിക്കും കേട്ടോ. അപ്പോൾ
ഒരു സമയത്തും പ്ലാന്റ്സിൻ്റെ റേറ്റ് കൺസിസ്റ്റൻ്റ് ആയിട്ട് സ്റ്റേബിളായിട്ട് നിൽക്കത്തില്ല, മാറിക്കൊണ്ടേയിരിക്കും, കൂടും കുറയും, അങ്ങനെ ഡിഫറൻസ് വന്നുകൊണ്ടേയിരിക്കും. ചില പ്ലാന്റ്സുകളുണ്ട്, ഇപ്പോൾ ജയ്പോങ് റെഡ് പോലെയുള്ള പ്ലാന്റുകളൊക്കെ മാർക്കറ്റ് സ്റ്റിൽ അങ്ങനെ നിൽക്കുന്ന പ്ലാന്റുകളാണ്. അതിന് മാർക്കറ്റ് വാല്യൂ കൂടിയാലും ഇത്രയൊക്കെ ലെവൽ വരെയൊക്കെ ഇത് കൂടത്തുള്ളൂ, കുറഞ്ഞാലും അത് അങ്ങനെ കുറയില്ല. അങ്ങനത്തെ ഒരു വെറൈറ്റിയാണ്. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ചധികം പീസ് വന്നിരിക്കുമ്പോൾ പിന്നെ നമ്മൾ പ്രൊപ്പഗേഷൻ തന്നെത്താനെ ചെയ്തെടുക്കുമ്പോൾ കലാത്തിയാസൊക്കെ നമുക്ക് അതുകൊണ്ട് റേറ്റ് കുറയ്ക്കാൻ പറ്റണത്. ഇപ്പോൾ ചില പ്ലാന്റ് നമുക്ക് കിട്ടുമ്പോൾ നല്ല റേറ്റിലായിരിക്കും കിട്ടണത്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് റേറ്റ് കൂടുതലായിട്ടായിരിക്കും നമ്മുടെ ചാനൽ സെയിൽ ചെയ്യേണ്ടി വരേണ്ടത്. അപ്പോൾ പ്രത്യേകം കാര്യങ്ങൾ അതൊക്കെ നമ്മൾ വാങ്ങിക്കുന്ന കസ്റ്റമേഴ്സിനോട് പറഞ്ഞിരിക്കുക എന്നുള്ളതുകൊണ്ടാണ് വീഡിയോയിൽ ഷെയർ ചെയ്ത് പോകുന്നത് കേട്ടോ. ഇനി ഇതാ അടുത്തത് കേട്ടോ. ഇത് നമ്മുടെ റെഡ് വൈൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഡിമാൻഡുള്ള നല്ല അടിപൊളി പ്ലാന്റാണ് കേട്ടോ. അഗ്ലോണിമയിൽ നല്ല ഡിമാൻഡാണ്. ഇതിപ്പോൾ നമ്മുടെ മദർ പ്ലാന്റ് കണക്കിയിരിക്കുന്ന പ്ലാന്റാണ്. കാരണം ഒത്തിരി തൈകളോട് കൂടിയിട്ട് പൊട്ടി മുളച്ച് വരുന്നതാണ് കേട്ടോ. അത് അത്യാവശ്യം നല്ല ഡിമാൻഡാണ് ഈ ഒരു പ്ലാന്റിന് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ബേബി പ്ലാന്റ്സ് നമ്മളിപ്പോൾ ഡെവലപ്പ് ആവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ബേബി പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇതിപ്പോൾ വേണം എന്നുള്ളവർക്ക് നമുക്ക് തരാനായിട്ട് പറ്റും. ഇതിൻ്റെ റേറ്റ് 380 380 രൂപയ്ക്കാണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് കൊടുക്കട്ടെ. ഇത് ചെറിയ പ്ലാന്റാണ്, ആ കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. കാരണം നല്ല ഡിമാൻഡുള്ള വെറൈറ്റി തന്നെയാണ് റെഡ് വൈൻ എന്ന് പറഞ്ഞാൽ. അത്യാവശ്യം നല്ല കളറൊക്കെ ഉണ്ടോ വന്നിരിക്കുന്ന പ്ലാന്റുകൾ തന്നെയായിട്ടോ. 380 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇതുപോലെ പെട്ടെന്ന് തന്നെ ഡെവലപ്പ് ആവുകയും ചെയ്യും. ഷൂട്ടുകൾ കണ്ടു. ഇപ്പോൾ ഇതിൽ തന്നെ ഇതാ 3 ഷൂട്ടുകളോളം ആയി. നമുക്ക് ഈ ഷൂട്ടുകൾ പിരിച്ച് വെച്ചിട്ട് തന്നെ നമുക്ക് പ്രത്യേകം പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ ഇത്രത്തോളം തൈകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. വേണ്ടവർ കോൺടാക്റ്റ് ചെയ്യുക. 380 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. ഇത് എഗ്ലോണിമ ബാത്തിക് ആണ് കേട്ടോ. ബാത്തിക്കിൻ്റെ അത്യാവശ്യം എന്താ ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റ്, ചെറിയ പ്ലാന്റ്സ് ആണ്. ഇതിൻ്റെയൊക്കെ റേറ്റ് 120 ആണ് കേട്ടോ. 120 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി അടുത്ത് കാണിക്കുന്നത് ഗോൾഡൻ സെല്ലാണ് കേട്ടോ. സെല്ലത്തിൻ്റെ കുറച്ച് പ്ലാന്റുകൾ ഡെവലപ്പ് ആയിട്ടിരിക്കേണ്ട അത്യാവശ്യം നല്ല അടിപൊളി പ്ലാന്റുകളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നതും കണ്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ കണ്ടോ ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റ് നമ്മൾ 130 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അത്യാവശ്യം നല്ല യെല്ലോ കളറായിട്ട് വരുന്ന പ്ലാന്റാണ്. നല്ല വൈറ്റ് പോട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അടിപൊളി പ്ലാന്റ് ആയിരിക്കും. നല്ല രസമാണ് ഇത് കാണാനായിട്ട് കേട്ടോ. കണ്ടോ ഈ ഒരു സൈസ് പ്ലാന്റാണ്. എല്ലാം തന്നെ ആ ഒരു സൈസാണ് കേട്ടോ. വേണ്ടവർ വേഗം മെസ്സേജ് ചെയ്യുക. ഇതിൻ്റെ റേറ്റ് വരുന്നത് 130 ആണേ. ഇനി ഇതാ അടുത്തത് നമ്മുടെ ഫിലോഡെൻഡ്രത്തിൻ്റെ വൈറ്റ് പ്രിൻസസ് ആണ് കേട്ടോ. വൈറ്റ് പ്രിൻസസിൻ്റെ നല്ല കളർ വെരിഗേഷൻ വന്നിരിക്കുന്ന പ്ലാന്റുകളാണ്. ഒരു മിക്ക പ്ലാന്റിലും വെരിഗേഷൻ വന്നിട്ടുണ്ട്. ചിലതിൽ ഇതാ ഇതുപോലെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ. കണ്ടോ ഇങ്ങനെ ചിലതിലിങ്ങനെ ഹാഫ് പോർഷൻ ഇങ്ങനെ ശരിക്കും വൈറ്റ് ആയിട്ടുണ്ട്. ഒരു മിക്കതിലും തന്നെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ചിലതിൽ വന്ന് തുടങ്ങാത്തതിൽ ഇതാ ഇതുപോലെയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. എല്ലാത്തിനും പ്ലാന്റ് സൈസ് ഏകദേശം സെയിം ആണ് കേട്ടോ. എത്രയും തന്നെ സൈസുള്ള പ്ലാന്റാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 200 ആണ് കേട്ടോ. കേട്ടോ നല്ല നമുക്കൊരു സ്റ്റിക്കിലൊക്കെ പടർത്തി കയറ്റാം. ഫ്രണ്ടിൽ സിറ്റ് ഔട്ടിലൊക്കെ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫിലോഡെൻഡ്രൻ എപ്പോഴും നമ്മൾ മണി പ്ലാന്റ് പോലെ തന്നെ കയറ്റാം. അപ്പോൾ ഇതിപ്പോൾ 2 ഷെയ്ഡിൽ വൈറ്റും ഗ്രീനും ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും കാണാനായിട്ട്. അത് മാത്രമല്ല നമുക്ക് ഈ ഒരു സിറ്റ് ഔട്ടിലൊക്കെ ഒരു കോർണറിലൊക്കെ സെറ്റ് ചെയ്യാൻ നല്ല ഭംഗിയായിട്ട് വരികയും ചെയ്യുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ. നല്ല രസമാണ്. നല്ല ഡിമാൻഡുള്ള പ്ലാന്റുമാണ് കേട്ടോ. ഇതിൻ്റെ ബുഷി പോട്ടിനൊക്കെ നല്ല റേറ്റ് ഉള്ളത് 450 ഒക്കെ റേറ്റ് വന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് നമ്മൾ 200 രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കണത്. ഇനി ഇതാ അടുത്തത് നമുക്ക് ഔട്ട്ഡോറിലൊക്കെ കീപ്പ് ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം താഴത്തൊക്കെ നടാൻ പറ്റുന്ന നല്ല ഡിമാൻഡുള്ള വെറൈറ്റിയാണ് ലോറോ പെറ്റലം എന്ന് പറയുന്നത്. കാരണം ഇതിൻ്റെ ലീഫുകളും അതിൻ്റെ പൂക്കളും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നല്ല പർപ്പിൾ കളറ് ലീഫുകളും അതിൻ്റെ പൂക്കൾ അതുപോലെ തന്നെയുണ്ട്. അത്യാവശ്യം നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ്സാണ് ഇപ്പോൾ നമുക്ക് സെയിലിനായിട്ടുള്ളത്. പക്ഷേ ഇത് അയക്കുമ്പോൾ മാത്രം ചുവന്ന മണ്ണിലാണ് ഇത് വന്നത്. അതുകൊണ്ട് തന്നെ കൊറിയർ ചാർജ് കൂടുതലായിരിക്കും. കാരണം നമുക്ക് ഇതിൻ്റെ കടയിൽ നിന്ന് ഒത്തിരി മണ്ണെടുത്ത് കളയാൻ പറ്റത്തില്ല. കട ഇളകാണ്ട് ബൊഗൻവില്ലേക്ക് അയക്കുന്ന പോലെ വേണം അയക്കാനായിട്ട്. അപ്പോൾ കൊറിയർ ചാർജ് കൂടും. കണ്ടോ നല്ല ബുഷി ആയിട്ടുള്ള നല്ല വലുപ്പത്തിലുള്ള പ്ലാന്റാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 150 ആണ്. 150 രൂപയ്ക്കാണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. കാരണം ഇതിൽ ഇതുപോലെയുള്ള പൂക്കളും ഉണ്ടാവും കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നല്ല രസമാണ് ഇത് കാണാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് നമ്മൾ 150 റുപ്പീസിനാണ് കേട്ടോ കൊടുക്കുന്നത്. ഇതിൻ്റെ സ്റ്റെംസൊക്കെ കട്ട് ചെയ്ത് വെച്ച് നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കാം. കണ്ട് ഇവിടെ നിന്നൊക്കെ മൂത്ത കമ്പുകൾ ഇതിൽ കട്ട് ചെയ്ത് മഴക്കാലമൊക്കെ വരുമ്പോൾ നമ്മൾ കവറിൽ കുത്തിപ്പിടിപ്പിച്ചാൽ പെട്ടെന്ന് പിടിച്ചും കിട്ടും കേട്ടോ. ഇനി ഇതാ അടുത്തത് നമ്മുടെ ബ്ലാക്ക് CC പ്ലാന്റിൻ്റെ ഡോർഫ് CCയുടെയും പ്ലാന്റ്സുകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. അത്യാവശ്യം ബുഷി ആയിട്ടുള്ളതായി ഈ ഒരു സൈസൊക്കെ വരുന്ന പ്ലാന്റിൻ്റെ റേറ്റ് 120 ആണ് കേട്ടോ. കണ്ടോ നല്ല ബുഷി ആയിട്ടോ ഇരുന്ന് കണ്ടോ. അതുപോലെ തന്നെ ഇതാ ഇതും ബ്ലാക്ക് CC ആണ്. നല്ല ഹൈറ്റൊക്കെ വെച്ചു നല്ല ബുഷി ആയിട്ടുള്ള പോട്ട് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് രണ്ടിൻ്റെയും റേറ്റ് വരുന്നത് 120 വെച്ചിട്ടാണ് കേട്ടോ. ഓരോന്നിനും 120 ആണേ. ഇത് അടുത്തത് ഹോയ ഹസ്കേലിയാനയുടെ അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള പ്ലാന്റ്. ഇതാ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് 140 റുപ്പീസാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. നമ്മൾ നട്ടിട്ട് ഇപ്പോൾ കുറച്ചധികമായി. അപ്പോൾ ഇതൊക്കെ അത്യാവശ്യം ഡെവലപ്പ് ആയതാണ്ടോ ഈ ഒരു സൈസിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 140 റുപ്പീസാണേ.
പിന്നെ ഇതാ അടുത്ത് റോട്ടാണ്ടൻ ടൈഗർ എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ. അതിനിതാ ഷൂട്ടുകളോട് കൂടിയിട്ട് 1-2 ഷൂട്ടുകളോട് കൂടിയ പ്ലാന്റിൻ്റെ റേറ്റ് 250 ആണ് കേട്ടോ. അത്യാവശ്യം നല്ല പ്ലാന്റാണ്, പെട്ടെന്ന് ഷൂട്ടുകൾ വരികയും ചെയ്യും കേട്ടോ. ഇതിൽ തന്നെ ഇപ്പോൾ 3-4 ഷൂട്ടിന് മേലെയുള്ള പ്ലാന്റാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 250 ആണ്. അടുത്ത പ്ലാന്റ് മധുകാമിനി എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ. ഇതിപ്പോൾ ഫ്ലവർ ആയി വരുന്ന ഒരു പ്ലാന്റ് ആണ്, നല്ല ഭംഗിയുമാണ്. അതുപോലെ തന്നെ നമുക്ക് പുറത്ത് വെക്കാം. ഞാനിത് കാണിച്ചു തരാം, എൻ്റെ മതിലിൽ വെച്ചിരിക്കുന്നത് കാണിച്ചു തരാം. നിറച്ച് പൂക്കളായിരിക്കും, ഭയങ്കര സ്മെല്ലുള്ള പൂക്കളും ആയിരിക്കും കേട്ടോ. വൈകുന്നേരം ആകുമ്പോഴായിരിക്കും ഇതിൻ്റെ പൂക്കൾ ശരിക്കും വൈകുന്നേരം സന്ധ്യാസമയമൊക്കെ ആകുമ്പോൾ നമുക്ക് നല്ല സ്മെല്ല് അനുഭവപ്പെടും കേട്ടോ. അങ്ങനെ നല്ല കുറ്റിയായിട്ട് മരമായിട്ട് വളർത്താൻ പറ്റുന്നത്, ചട്ടിയിലും വളർത്താം, അതുപോലെ തന്നെ താഴത്തും നട്ട് വളർത്താൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഔട്ട്ഡോറാണ്. നല്ല പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ്, നല്ല സൈസിലുള്ള പ്ലാന്റാണ്. ഇത് നമ്മൾ കൊടുക്കുന്നത് 280 രൂപയ്ക്കാണ്. ഇത് വന്നിരിക്കുന്നതുണ്ട് ചുവന്ന മണ്ണിലാണ്. ഞാൻ ലോറോപ്പറ്റുള്ളത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇത് അയക്കുമ്പോഴും വെയിറ്റ് ഉണ്ടാവും, അപ്പോൾ കൊറിയർ ചാർജ് കൂടും. ഇതിനെ ഞാൻ വെച്ചിരിക്കുന്നതിൻ്റെ വീഡിയോ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട്. പൂക്കൾ വിരിഞ്ഞിട്ടുള്ളൊരു ഫോട്ടോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, ഞാൻ ആഡ് ചെയ്യാം. ഞാൻ മതിലിരിക്കുന്നതും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ മതിലിൽ ഞാൻ മധുകാമിനി മധുല ബൊഗൻവില്ലയൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും പ്ലാന്റ്സുകളൊക്കെ ഉണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന. വീഡിയോ എല്ലാവരും മുഴുവനായി കണ്ടതിന് ശേഷം മാത്രം പ്ലാന്റുകൾ ഓർഡർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓർഡർ ചെയ്യേണ്ട നമ്പർ, വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, അതിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ. മാക്സിമം മെസ്സേജസ് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കോളുകൾ പരമാവധി ഒഴിവാക്കുക കേട്ടോ. അതുപോലെ തന്നെ പ്ലാന്റുകൾ നമ്മൾ അയച്ചു കൊടുക്കുന്നത് DTDC കൊറിയർ സർവീസ് വഴിയായിട്ട്, അതുപോലെ തന്നെ സ്പീഡ് പോസ്റ്റ് വഴിയായിട്ടായിരിക്കും അയക്കുന്നത്. നെക്സ്റ്റ് വീക്ക് ചൊവ്വാഴ്ച മുതലായിരിക്കും പ്ലാന്റുകൾ അയച്ചു തുടങ്ങുന്നത് കേട്ടോ. പിന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു അടിപൊളി സെയിൽസ് വീഡിയോ വരുന്നുണ്ട് അഗ്ലോണിയ പ്ലാന്റുകളുടെ. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത റേറ്റ് കുറവിലായിരിക്കും നമ്മൾ പ്ലാന്റുകൾ കൊണ്ടുവരുന്നത്. അത് ഉടനെ തന്നെ ചിലപ്പോൾ നാളെയോ മറ്റന്നാളോ ആയിട്ട് നമ്മൾ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ആരും കാണാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടു കൂടി Thank you.